മിണ്ടാതിരിക്കണോ? ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലേ? കോൺഗ്രസിനെ നിങ്ങളാണോ ഡയലമയിൽ എത്തിച്ചത്? അല്ല, എൻ്റെ സുഹൃത്ത് ജോർജ് പൊടിപ്പാറയോട് എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസ് എത്തപ്പെട്ട അവരുടെ ഇന്നത്തെ ധർമ്മസങ്കടം ഉണ്ടല്ലോ, അവർ കാലാകാലമായി സ്വീകരിച്ച ഹിന്ദുത്വാനുകൂലമായ നിലപാടും വർഗീയതയെ പീഡിപ്പിക്കുന്ന അവസരവാദപരമായ രാഷ്ട്രീയമാണ്. ആ ധർമ്മസങ്കടം നമ്മൾ ഏറ്റെടുക്കേണ്ടതില്ല. നമ്മൾ ശക്തമായി മതനിരപേക്ഷതയുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായി പ്രതികരിക്കണം. ഇപ്പോഴും ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടല്ലോ, നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, നമ്മുടെ അതവിടെ നിൽക്കട്ടെ, അർജുൻ സിംഗിനെ പോലുള്ള ആളുകൾ ഇപ്പോൾ മരിച്ചുപോയി. അവരൊക്കെ എടുത്തൊരു നിലപാടുണ്ട്. അർജുൻ സിംഗ് തൊട്ട് പല ആളുകളും കോൺഗ്രസിൽ എടുത്തൊരു നിലപാടുണ്ട്. റാവുവിൻ്റെ നിലപാടിനെ അതിശക്തമായി വിമർശിച്ചു. ഏറ്റവും ഒടുവിൽ കോൺഗ്രസിലെ ഒരു മതനിരപേക്ഷ നേതാവ് പറഞ്ഞ എന്താണ്? നരസിംഹറാവുവാണ് ഇന്ത്യയുടെ ആദ്യത്തെ BJP പ്രധാനമന്ത്രി എന്നാണ്. ആ നരസിംഹറാവു എന്ന് ആരംഭിക്കുന്ന കോൺഗ്രസിൻ്റെ വളരെ പ്രകടമായ പ്രത്യക്ഷമായ ഹിന്ദുത്വ അജണ്ടയ്ക്ക് അനുകൂലമായ നിലപാട് തിരുത്താൻ കോൺഗ്രസ് തയ്യാറുണ്ടോ എന്നുള്ള പ്രശ്നമാണ് രാമക്ഷേത്ര പ്രതിഷ്ഠാന ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ, മതനിരപേക്ഷവാദികൾ കോൺഗ്രസിനോട് ചോദിക്കുന്നത്. നിങ്ങളതിൽ പങ്കെടുത്താൽ അത് ഹിന്ദുത്വാനുകൂലമായ നിലപാടായി വ്യാഖ്യാനിക്കപ്പെടും, ഹിന്ദുത്വവുമായുള്ള നിങ്ങളുടെ സന്ധിയായി അത് ജനങ്ങൾ കാണും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ഫലമായി BJPക്കാണ് വോട്ട് കിട്ടുക, കോൺഗ്രസിന് വോട്ട് കിട്ടാൻ പോകുന്നില്ല. കോൺഗ്രസിന് വോട്ട് കിട്ടണമെങ്കിൽ BJP പ്രതിദാനം ചെയ്യുന്ന ഇന്ത്യയിലെ മത അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയത്തിനെതിരായി ചിന്തിക്കുന്ന പിന്നോക്ക, ദളിത്, ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആകെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ കക്ഷികൾ, ആ കക്ഷികളാണ് ഈ 26 പാർട്ടികൾ എന്നൊക്കെ പറയുന്നത്. ആ കക്ഷികളാണ് 26 പാർട്ടികൾ. ആ പാർട്ടികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യയിലെ ഓരോ റീജിയണൽ പാർട്ടിയുടെയും പ്രാദേശികമായ സാധ്യതകൾ കണ്ടുകൊണ്ട് രൂപപ്പെടുത്താൻ അതിൽ കൃത്യമായ ഒരു നിലപാട് കോൺഗ്രസ് എടുക്കണം. ഇപ്പം നമ്മൾ കണ്ടല്ലോ, മധ്യപ്രദേശിലെ അഖിലേഷ് യാദവിൻ്റെ പാർട്ടിക്ക്, സമാജ്വാദി പാർട്ടിക്ക് ഒരു 4 സീറ്റ് കൊടുത്താൽ എന്താ ജോർജ് പൊടിപ്പാറെ? അങ്ങ് പറ, അങ്ങ് കോൺഗ്രസിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുമല്ലോ. ഒരു 4 സീറ്റ് കൊടുത്താൽ എന്താ? UPയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയാണ്, മതനിരപേക്ഷ പാർട്ടിയാണ് അഖിലേഷ് യാദവ്. കോൺഗ്രസ് ഒളിഞ്ഞു പോയിരിക്കുക. കോൺഗ്രസിനേക്കാൾ UPയിൽ സ്വാധീനമുള്ള പാർട്ടിയാണ് അഖിലേഷ് യാദവിൻ്റെ പാർട്ടി. ആ അഖിലേഷ് യാദവിൻ്റെ പാർട്ടിക്ക് ഒരു 4 സീറ്റ് കൊടുത്താൽ ജോർജ് പൊടിപ്പാറയ്ക്ക് ഒന്ന് വഴങ്ങാമോ എന്ന് ചോദിക്കുന്നു. അതെ, പറഞ്ഞോളൂ ജോർജ് പൊടിപ്പാറ, പറഞ്ഞോളൂ. കുഞ്ഞിക്കണ്ണൻ സാറേ, ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ കക്ഷി. ഈ മുന്നണി സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ ത്യാഗം സഹിക്കേണ്ടതും കോൺഗ്രസ് തന്നെ, എനിക്ക് അതിലൊന്നും സംശയമില്ല. പക്ഷെ ഈ ത്യാഗം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് മാത്രമേ ഉണ്ടാകാവൂ. ഇപ്പൊ അഖിലേഷ് യാദവിന് മേധാവിത്വമുള്ള UPയില് സമാജ്വാദി പാർട്ടി കോൺഗ്രസിനോട് എടുക്കുന്ന സമീപനം എന്താ? ബംഗാളില് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് എന്ത് നിലപാടാണ് എടുക്കുക? മാന്യമായിട്ട് ഘടകകക്ഷികളോട് കുറച്ചെങ്കിലും ഒരു നല്ല സമീപനം, ഈ എന്താ പറയുക, ഏകാധിപത്യ സ്വഭാവം പുലർത്താതെ ഓരോരുത്തരോടും അവരർഹിക്കുന്ന മാന്യതയോടും അവരർഹിക്കുന്ന ആ ഒരു ഇതോടുകൂടി അംഗീകരിക്കുന്ന വേണമെങ്കിൽ നമുക്ക് സ്റ്റാലിനെ പറയാം. അങ്ങനെ അന്തസ്സായിട്ടാണ് സീറ്റ്. ജോർജ് പൊടിപ്പാറ, ഇന്ത്യ മുന്നണി വന്ന ശേഷം മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ഒക്കെ ഒരു മുന്നണിയുടെ മര്യാദ കാണിക്കാതിരുന്നത് ഇത്തവണ കോൺഗ്രസ് തന്നെയാണ്. അത് വലിയ ചർച്ചയായതുമാണല്ലോ. ഇത്തവണ എന്ന് അടിവരയിട്ട് പറയണം. അതെ, ഇത്തവണയാണല്ലോ നമ്മൾ ചോദിക്കേണ്ടത്. ശ്രീ KT പറഞ്ഞോട്ടെ. ജോർജ് പൊടിപ്പാറ, മധ്യപ്രദേശിലെ എനിക്ക് തന്നെ നേരിട്ട് പരിചയമുള്ള നിരവധി ദളിത് ഗിരിവർഗ ഗ്രൂപ്പുകളുണ്ട്. ഈ ദളിത് ഗിരിവർഗ ഗ്രൂപ്പുകളെല്ലാം ഇന്ത്യ മുന്നണിയെ പിന്തുണക്കാൻ തയ്യാറായിരുന്നു. ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതൃത്വം എന്ത് നിലപാടെടുത്ത്? അത്തരം ഗ്രൂപ്പുകളായിട്ട് ഒരു ചർച്ചയില്ല. എന്താ കാര്യമൊന്നും ജോർജ് പൊടിപ്പാറക്ക് മനസ്സിലാവും, ഒരു കോൺഗ്രസ്സുകാരൻ അത് മനസ്സിലായിക്കൊള്ളുന്നില്ല. എന്താ കാര്യം? കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ സവർണ സമ്പന്ന സാമൂഹിക അടിസ്ഥാനങ്ങളിൽ നിന്ന് വളർന്നു വന്നവരാണ്. ഈ ദളിത് ഗ്രൂപ്പുകളുടെ നേതാക്കളൊക്കെ തന്നെ വളരെ പിന്നോക്ക, ദാരിദ്ര്യ സാമൂഹിക സാഹചര്യങ്ങളിൽ വളർന്നു. അവരെ അംഗീകരിക്കാൻ പറ്റില്ല, അവർക്ക് സീറ്റ് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ CPMൻ്റെ സ്ഥാനാർത്ഥി രാജസ്ഥാനിൽ ഒരു മണ്ഡലത്തിൽ തോറ്റത് 1116 വോട്ടിലാണ്. അവിടെ ജയിച്ച സ്ഥാനാർത്ഥി BJPയുടെ സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിയുടെ അനന്തിരവനാണ് അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് 3516 വോട്ടാണ്. ആ കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ കിട്ടിയത് 35,000 വോട്ടാണ്. BJP സ്ഥാനാർത്ഥിയായ അമ്മാമൻ, കോൺഗ്രസ് സ്ഥാനാർത്ഥി അനന്തിരവൻ. ഈ അമ്മാമൻ അനന്തിരവൻ ബന്ധം BJPയും കോൺഗ്രസും തമ്മിൽ നോർത്ത് ഇന്ത്യയിലെ പല പ്രാദേശിക തലങ്ങളിലും നിലനിൽക്കുന്നു.
BJP-ക്കെതിരായിട്ടുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതൃത്വം മുന്നോട്ട് വെക്കുന്ന ഒരു പൊളിറ്റിക്സ് സാമൂഹ്യമായി ഇന്നും എന്താണ് അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ല. അടിത്തട്ടിൽ BJP നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒരേ സാമൂഹ്യ വർഗങ്ങളെ, ഒരേ സാമ്പത്തിക സാഹചര്യങ്ങളെ പ്രതിദാനം ചെയ്യുന്ന ആളുകളാണ്. ഈ വൈരുദ്ധ്യമുണ്ട്. ഈ വൈരുദ്ധ്യം പരിഹരിക്കാൻ കഴിയുന്ന ഒരാൾ രാഹുൽ ഗാന്ധിയാണെന്നാണ് ഞാൻ ചിന്തിച്ചത്. രാഹുലിന് ഇടപെടാൻ പറ്റും. ഈ രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സീറ്റ് ചർച്ച നടക്കും. അവിടെയാണല്ലോ രാഹുൽ ഇടപെട്ടത്. ആ സമയത്ത് മുമ്പൊരു സന്യാസ, ആ സമയത്ത് മുമ്പൊരു ചായ കുടിക്കാനും പഴംപൊരി തിന്നാനും പോവുക. അങ്ങനെ പഴംപൊരി തിന്നാനും ചായ കുടിക്കാനും പോകുന്ന ഒരു നേതാവിന് പ്രത്യക്ഷമായ ഒരു പാർലമെന്ററി സമരത്തിന്റെ മുഖം തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനത്തിന്റെ ഘട്ടത്തിൽ രാജസ്ഥാനിലെ ഒരു ഏകോപനം ഉണ്ടാക്കുന്നതിൽ രാഹുലിന് ഇടപെട്ട് കൂടിയായിരുന്നു. ഗെഹ്ലോട്ടിനെ പോലുള്ള ഈ വാർലോഡ്സിന് വിട്ടുകൊടുക്കേണ്ടിയിരുന്നോ? അവിടുത്തെ സമ്പന്ന സവർണ കോൺഗ്രസ് നേതാക്കൾക്ക് ഈ കാര്യങ്ങൾ വിട്ടുകൊടുത്തപ്പോൾ BJP-ക്കെതിരായിട്ട് കോൺഗ്രസിന് കിട്ടേണ്ട പല വോട്ടുകളും എന്താണ് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ ചിതറപ്പെട്ട വോട്ടുകളാണ് BJP-യുടെ വിജയമായത്. BJP വിരുദ്ധ മതനിരപേക്ഷ വോട്ടുകൾ ചിതറപ്പെടുന്നതിന് കോൺഗ്രസിന്റെ ഏകപക്ഷീയമായ നിലപാട് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് എന്നതാണ് ഞാൻ പറയുന്നത്. പൊടിപ്പാറെ ഇത് കോൺഗ്രസ് നേതൃത്വത്തിന് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അവരെപ്പോഴും ചിന്തിക്കുന്ന അവർക്ക് കുറെ കൂടി താല്പര്യമുള്ളത് BJP നേതൃത്വമായിട്ടാണ്. കാരണം ഉയർന്ന സാമൂഹിക അടിസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ്.